Hi everyone, welcome to another session of financial management. Today we are going to study cost of capital. Whenever a business organization raises funds, it has to keep in mind its cost. Hence, computation of cost of capital is very important and finance managers must have a close look on it. So, whenever finance managers raise funds, they have to keep in mind what will be the cost of the fund raised through different sources. The term cost of capital refers to minimum rate of return which a firm must earn on its investment. So the meaning of cost of capital is the minimum rate of return that the firm must earn on its investments. കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത് പല സോഴ്സസിലൂടെയും ഫണ്ട് കൊണ്ടുവരുന്നത് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫിക്സഡ് അസറ്റ്സ് ബൈ ചെയ്യാൻ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയും. അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ക്യാഷ് റൈസ് കൊണ്ടുവരുമ്പോൾ അതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. അങ്ങനെ വരുന്ന ഓരോ സോഴ്സിൽ ആ ക്യാഷ് തരുന്ന പബ്ലിക് ദേ വിൽ എക്സ്പെക്ട് എ റേറ്റ് ഓഫ് റിട്ടേൺ ഫ്രം their investment. For example, if a company wants to raise 5 lakh rupees through loan from bank loan, so bank will give 5 lakh rupees, in turn bank will expect to receive an interest from the company. So that interest amount is the cost in this particular example. So suppose the bank wants 10% interest for the amount they gave us loan. So what should the company do? Company should invest this money in a business project. At least the profit should be 10%. Then only company will be able to give the interest to the bank. If it goes below 10%, then company will be in loss. They can't give the interest. So if they have to make profit, they have to make 15% or 20% profit. Then only the company owner will get some money after giving the interest. So that is why the cost of capital is called the minimum rate of return the company should earn from its investment. The term cost of capital refers to the minimum rate of return which a firm must earn on its investment. ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിലൂടെ ലഭിക്കേണ്ട ലാഭത്തിൻ്റെ മിനിമം ശതമാനക്കണക്കിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ: ഹാംപ്ടൺ ജോൺ ഡിഫൈൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ as the rate of return the firm requires from the investment in order to increase the value of the firm in the marketplace. ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് കമ്പനി ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ റേറ്റ് അല്ലെങ്കിൽ ശതമാനം, അതിൻ്റെ മിനിമം ആയിട്ടുള്ള ആ ശതമാനത്തിനാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഹാംപ്ടൺ ജോൺ നൽകിയ ഡെഫിനിഷനാണ്. ഹാംപ്ടൺ ജോൺ ഡിഫൈൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ as the rate of return the firm requires from investment in order to increase the value of the firm in the marketplace. The following are the basic characteristics of cost of capital. First characteristic: cost of capital is a rate of return. It is not a cost as such. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതായത് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു
ആസ്പെക്റ്റ് നമ്മളെപ്പോഴും പേഴ്സൻറ്റേജിലാണ് പറയുക, അല്ലാതെ സാധാരണ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എമൗണ്ടിലാണ് പറയുക. സോ ആ രൂപത്തിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ് ആസ് സച്ച്. ദാറ്റ് മീൻസ് അത് കോസ്റ്റ് ആണ്, പക്ഷേ എമൗണ്ടിലല്ല പറയുന്നത്. ദിസ് റിട്ടേൺ however is calculated on the basis of actual cost of different components of capital. ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമുക്കറിയാം ടോട്ടൽ ക്യാപിറ്റൽ ഡിഫറെൻറ്റ് സോഴ്സിലൂടെയാണ് കൊണ്ടുവരുന്നത്. ഇക്വിറ്റി ക്യാപിറ്റൽ, ഡെപ്റ്റ് ക്യാപിറ്റൽ, അങ്ങനെ പല സോഴ്സിൻ്റെയാണ്. ഓരോ സോഴ്സിനും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ. ഓരോ ഡിഫറെൻറ്റ് സോഴ്സിൻ്റെയും ആക്ച്വൽ കോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതിന് ആ ടോട്ടൽ കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എ ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെപ്രസെൻറ്റ്സ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ അറ്റ് ലീസ്റ്റ് മെയിൻറ്റെയിനിങ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർസ്. അതായത് കമ്പനി പ്രോഫിറ്റ് നേടിയെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർസിൻ്റെ സെക്കൻഡറി മാർക്കറ്റിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കണം. പ്രോഫിറ്റ് ഉണ്ടാകും. മിനിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് കടം വാങ്ങിയിട്ടുള്ള എമൗണ്ടിന് ഇൻട്രസ്റ്റ് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എങ്കിലും ലഭിച്ചിരിക്കണം. ആ മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ കമ്പനി ഷുഡ് ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ദി വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ ദി സെക്കൻഡറി മാർക്കറ്റ് ഓർ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലോങ് ടൈം ക്യാപിറ്റൽ ഫണ്ട്സ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫണ്ടിന് ആയിട്ട് റിലേറ്റഡ് ആണ്. ക്യാപിറ്റൽ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലോങ് ടൈം ക്യാപിറ്റൽ ഫണ്ട്സ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. The determination of firm's cost of capital is important from the following point of view. 1. It is the basis of appraising new capital expenditure proposals. This gives acceptance or rejection criterion for capital expenditure projects. ഒരു ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എന്ന് പറയും. അവിടെ തീരുമാനമെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ ക്രൈറ്റീരിയയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നൽകേണ്ടി വരുന്ന എമൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഞാൻ ഇപ്പം ഉദാഹരണമായിട്ട് ബാങ്ക് ലോൺ മാത്രം എടുത്തുകൊണ്ടൊരു ബിസിനസ് ചെയ്യുകയാണ്. ആ ബാങ്ക് ലോൺ 10% ഇൻട്രസ്റ്റ് നൽകണമെന്നുണ്ടെങ്കിൽ ഞാൻ തുടങ്ങുന്ന ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആയിരിക്കും. അതിനും താഴെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് കാര്യമില്ല. അപ്പം ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, പ്രോജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് ഐഡിയ, ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഡിസിഷനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എന്ന് പറയുന്നത്. ആ ഡിസിഷൻ എടുക്കാനായിട്ട് നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് appraising new capital expenditure proposals. This gives the acceptance or rejection criteria for capital expenditure projects. So നമ്മുടെ കയ്യിൽ ഒന്നിലേറെ ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അനലൈസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ നൽകുന്ന പ്രോജക്ട്സ് മാത്രമേ സെലക്ട് ചെയ്യാവൂ. ആ തരം ബിസിനസ്സിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് സഹായിക്കുന്നത്. 2. The finance manager must raise capital from different sources in a way that it optimizes the risk and cost factors. The sources of funds which have less cost involve high risk. Cost of capital helps the managers in determining optimum capital structure. So, capital structure ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്. ഓരോ സോഴ്സിനും അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. ഡെപ്റ്റ് ക്യാപിറ്റലിനാണ് കോസ്റ്റ് കുറവായിട്ടുള്ളത്. നേരെ മറിച്ച് ഇക്വിറ്റി ക്യാപിറ്റലിന് കോസ്റ്റ് കൂടുതലാണ്. അതേസമയം അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന റിസ്ക് എന്ന് പറയുമ്പോൾ തിരിച്ചാണ്. ഇക്വിറ്റി ക്യാപിറ്റലിന് റിസ്ക് കുറവാണ്,
അതേസമയം ഡെപ്റ്റ് ക്യാപിറ്റലിന് റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെയാണ് ഓപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫണ്ട് റേസ് ചെയ്യുമ്പോൾ എന്ന സമയത്ത് ഫിനാൻസ് മാനേജേഴ്സ് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ക്യാപിറ്റലിനുള്ള ഫണ്ട് കൊണ്ടുവരുമ്പോൾ, സോഴ്സ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് അവരുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. മിനിമം കമ്പനിയുടെ വാല്യൂ ഉയർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ്. ദ ഫിനാൻസ് മാനേജർ മസ്റ്റ് റേസ് ക്യാപിറ്റൽ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഓപ്റ്റിമൈസസ് ദ റിസ്ക് ആൻഡ് കോസ്റ്റ് ഫാക്ടേഴ്സ്. റിസ്കിനെ മിനിമൈസ് ചെയ്യണം, കോസ്റ്റിനെ മിനിമൈസ് ചെയ്യണം. The source of funds which have less cost involve high risk. Cost of capital helps the managers in determining the optimal capital structure. Third importance, it is the basis for evaluating financial performance of top management. Top management, how they are raising the funds and how they are utilizing the funds. That is the performance of top management. ടോപ്പ് മാനേജ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടൊരു ക്രൈറ്റീരിയ ആയിട്ടും നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉപയോഗിക്കാൻ സാധിക്കും. കാര്യം ഇഫ് ദ ടോപ്പ് മാനേജേഴ്സ് ടേക്ക് പ്രോംപ്റ്റ് ആൻഡ് relevant decisions, then the cost of capital of the organization will be the minimum or optimum. So these are the three importance of cost of capital. Next, classification of cost of capital. So we have seen what is cost of capital. Cost of capital refers to the minimum rate of return an organization or a company must earn from its investment. This can be classified into various ways. അതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് explicit cost of capital and implicit cost of capital. Explicit cost is the discount rate that equates the present value of funds received by the firm with the present value of expected cash outflows. Time value of money പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു ഡിസ്കൗണ്ടിങ് ടെക്നിക്, അതായത് ഫൈൻഡ് ഔട്ട് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അങ്ങനെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു ബിസിനസ്സിൽ ക്യാഷ് ഔട്ട്ഫ്ലോയും ഉണ്ട്, ക്യാഷ് ഇൻഫ്ലോയും ഉണ്ട്. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ വെൻ വി ഇൻവെസ്റ്റ് ഇൻ ഫിക്സഡ് അസറ്റ്, ദ മണി ഫ്ലോസ് ഔട്ട് ഫ്രം ദി ഓർഗനൈസേഷൻ ഓർ കമ്പനി. വെൻ ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് or whenever they do some sales, revenue will come. That is a cash inflow. Revenue ആണ് cash inflow എന്ന് പറയുന്നത്. But cash inflow takes place in the future. അപ്പം അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും യൂസിങ് എ അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ് വിച്ച് മേക്സ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ആ ഒരു ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് റിട്ടേണിനാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഇസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫണ്ട്സ് റിസീവ്ഡ് ബൈ ദ ഫേം വിത്ത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോസ്. ഫണ്ട്സ് റിസീവ്ഡ് ബൈ ദ ഫേം എന്ന് പറയുന്നത് റവന്യൂ ആണ്. ആൻഡ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. രണ്ടിൻ്റെയും പ്രസൻറ്റ് വാല്യൂവിനെ ഈക്വൽ ആക്കുന്ന ഡിസ്കൗണ്ട് റേറ്റിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ അസോസിയേറ്റഡ് വിത്ത് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫേം ആൻഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ദാറ്റ് വിൽ ബി ഫോർഗോൺ ഇഫ് ദ പ്രോജക്റ്റ് presently under consideration by the firm were accepted. അതായത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അതായത് നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി
അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ അതിലൂടെ നമുക്ക് നഷ്ടമാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള നിലയിൽ ആ ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിയാതെ വരുന്ന ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ അസോസിയേറ്റഡ് വിത്ത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫേം and its shareholders that will be foregone if the project presently under consideration by the firm were accepted. In other words, explicit cost relates to raising of funds and implicit cost relates to usage of funds. So first classification of cost of capital is explicit cost and implicit cost. Second classification, average cost and marginal cost. Average cost is the weighted average of the cost of each components of funds. After ascertaining cost of each source of capital, appropriate weights are assigned to each component of capital. So capital raise ചെയ്യുന്ന ഡിഫറെൻറ്റ് സോഴ്സസിലൂടെയാണ്. ഓരോ സോഴ്സിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് കോസ്റ്റ് ഉണ്ട്. ഈ സ്പെസിഫിക് കോസ്റ്റ് എല്ലാം കൂടി അപ്രോപ്രിയേറ്റ് വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ആവറേജ് കോസ്റ്റ് ആയിട്ട് പറയപ്പെടുന്നത്. ആവറേജ് കോസ്റ്റ് ഇസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ഫണ്ട്സ്. ഈച്ച് കമ്പോണൻറ്റ് മീൻസ് ഈച്ച് or fund from each different source. After ascertaining costs of each source of capital, appropriate weights are assigned to each component of capital. So total cost of capital എന്ന് പറയുന്ന മറ്റൊരു പേരാണ് weighted average cost of capital. Next is marginal cost of capital. It is the weighted average cost of new funds raised by the firm. So already എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് ഫേം എക്സ്പാൻഷന് വേണ്ടിയിട്ട് അഡീഷണൽ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നു. ആ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ ഫണ്ട്സ് റൈസ്ഡ് ബൈ ദി ഫേം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കമ്പൈൻഡ് കോസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ components of capital are specific cost of capital. The specific cost of capital എന്ന് വെച്ചാൽ each source of capitalൻ്റെ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റിനെയാണ്. ഇപ്പം ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയും. ഇക്വിറ്റി ക്യാപിറ്റലിന് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇത് ഓരോന്നിനെയും സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് പറയുക. ദ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ ആർ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. The combined cost of capital is the average cost of capital as it is inclusive of cost of capital from all sources. In capital budgeting decisions, combined cost of capital is used for accepting or rejecting the proposal. So combined cost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച ആവറേജ് കോസ്റ്റ് തന്നെയാണ്. അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓരോ സ്പെസിഫിക് കോസ്റ്റിൻ്റെ അതിൻ്റെ വെയിറ്റേജ് കൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ടോട്ടൽ കോസ്റ്റിനെയാണ് ആവറേജ് കോസ്റ്റ് അല്ലെങ്കിൽ കമ്പൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസിൽ, അതായത് ഏത് തരം ഫിക്സഡ് അസറ്റിലാണ് അല്ലെങ്കിൽ ഏത് തരം ബിസിനസ് ഐഡിയയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം എടുക്കുക, അതിനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് വി ആർ ഗോയിങ് ടു സീ ഇൻ ദ നെക്സ്റ്റ് മൊഡ്യൂൾ. ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ യൂസ് ചെയ്യുന്നത് കമ്പൈൻഡ് കോസ്റ്റാണ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ്, കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് ഫോർ അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദി ബിസിനസ് പ്രൊപ്പോസൽ. Okay, this is an introduction about cost of capital. Hope you understood the concept. Let us conclude. Thank you.